നിപ രോഗം പ്രതിരോധിക്കാനുള്ള മരുന്ന് സംസ്ഥാനത്ത് സ്റ്റോക്കില്ല. രോഗികൾക്ക് സാധാരണ നിലയിൽ നൽകി വരാറുള്ള റെംഡിസിവിർ മരുന്ന് സ്റ്റോക്കില്ലെന്ന് ആരോഗ്യവകുപ്പ്. ഇന്ന് വൈകിട്ടോടെ മരുന്ന് കോഴിക്കോട് എത്തിക്കാനാണ് ശ്രമം. നിപ സാധ്യത കണക്കിലെടുത്ത് ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് കരുതൽ ശേഖരം ഉണ്ടായില്ലെന്ന വിമർശനവും ശക്തമാണ്. നിപ കോവിഡ് ചികിത്സയിൽ സംസ്ഥാനത്ത് പ്രധാനമായും ഉപയോഗിച്ചിരുന്ന മരുന്നാണ് റെംഡിസിവിർ. എന്നാൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന മരുന്നിന്റെ കാലാവധി ഏപ്രിലിൽ അവസാനിച്ചു. പുതിയ മരുന്ന് സ്റ്റോക്ക് ചെയ്തതുമില്ല. രാജ്യത്ത് നിലവിൽ റെംഡിസിവിർ ഉൽപാദനമില്ല. കയറ്റുമതി ആവശ്യത്തിന് മാത്രമായി ചെന്നൈയിലെ ഒരു കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്നും 150 വയൽ മരുന്ന് സംസ്ഥാനം നിലവിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 100 വയലെങ്കിലും ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. നേരത്തെ നിപ ബാധ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ മരുന്ന് സ്റ്റോക്ക് ചെയ്യാറുണ്ടായിരുന്നു. സ്വിറ്റ്സർലാൻഡ് കേന്ദ്രീകരിച്ചുള്ള കമ്പനിയിൽ നിന്നടക്കമാണ് അന്ന് മരുന്ന് വാങ്ങിയിരുന്നത്. നിപ ചികിത്സയിൽ ഉപയോഗിക്കുന്ന മറ്റൊരു മരുന്നായ റിബാവൈറിനും നിലവിൽ സ്റ്റോക്കില്ല. ഇതോടെ പ്രാഥമിക ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഈ മരുന്നും രോഗിക്ക് നൽകാനായിട്ടില്ല. രാജ്യത്ത് കമ്പനികൾ ഉൽപാദനം നിർത്തിയതാണ് മരുന്ന് സ്റ്റോക്ക് ചെയ്യാനാകാതെ പോയതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. ബിഗ് TV, കോഴിക്കോട്.